ഹായ് ആദിത്യൻ, ഹലോ. ഇപ്പോൾ നമ്മുടെ യുദ്ധമാണല്ലോ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കീടങ്ങൾ ഇതിൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് കിട്ടണമെന്നും പാകിസ്ഥാൻ കരയരുതെന്നും ആഗ്രഹിക്കുന്ന കുറച്ചധികം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അവർക്ക് ഉപ്പും ചോറും കൊടുത്ത് വളർത്തുന്ന തിരക്കിൽ കൂടിയാണ് നമ്മുടെ രാജ്യം. അവർക്കും കൂടി വേണ്ടിയാണ് ഇന്ത്യൻ ആർമി പൊരുതുന്നത് രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്നിട്ട്. എന്തായിരുന്നാലും പാകിസ്ഥാനകത്ത് തന്നെ ഇന്ത്യക്ക് അനുകൂലമായി ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ബലൂജികൾ. ബലൂചിസ്ഥാൻ എല്ലാ സാഹചര്യത്തിലും ഇന്ത്യയുടെ താല്പര്യത്തോടൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല, മാനവിക വിരുദ്ധമായതും സ്വന്തം ജനതയെ കൊലയ്ക്കു കൊടുക്കുന്നതുമായിട്ടുള്ള പാകിസ്ഥാന്റെ ഒരു രൂപത്തിലുള്ള താല്പര്യങ്ങൾക്കും ബലൂജികൾ അനുകൂലമായി നിൽക്കാറില്ല. ഇപ്പോൾ മറ്റൊരു ബംഗ്ലാദേശ് ആകുന്നതിന് വേണ്ടിയാണ് ബലൂചിസ്ഥാൻ തയ്യാറെടുക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്നും സ്പ്ലിറ്റായി മാറിയ പാകിസ്ഥാനിൽ നിന്നും സ്പ്ലിറ്റായി മാറിയ ബംഗ്ലാദേശ്, അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും ബലൂചിസ്ഥാൻ എന്ന പുതിയ ഒരു രാജ്യം കൂടി പിറവിയെടുക്കാൻ പോകുകയാണ്. കാരണം ബലൂജികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായിട്ടൊരു രാഷ്ട്രം വേണം. അവർക്ക് ഈ പാകിസ്ഥാന്റെ എല്ലാ രൂപത്തിലുള്ള സൈനിക നീക്കങ്ങളോടും മറ്റ് രാജ്യങ്ങളോടുള്ള സമീപനങ്ങളോടും ഒന്നും തീർത്തും യോജിപ്പുകളില്ല. അതുകൊണ്ട് തന്നെ പ്രകോപനമില്ലാതെ ഇന്ത്യൻ അതിർത്തിയിൽ ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാന്റെ അകത്ത് നിന്ന് തന്നെ 3 ചേരികളായി തിരിഞ്ഞിട്ടാണ് പാകിസ്ഥാനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സൈനികര്, സാധാരണക്കാര്, ബലൂജികൾ തുടങ്ങിയ രൂപത്തിൽ. ഇതേപോലെ തന്നെ പാകിസ്ഥാന് വലിയ രൂപത്തിൽ തിരിച്ചടിയാണ് ഇന്ത്യയും ഒരു ഭാഗത്തു കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പടിഞ്ഞാറേ അറ്റത്തുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന പോരാട്ടമാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. 1971 യുദ്ധത്തെ തുടർന്ന് അന്നത്തെ പൂർവ്വ പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറിയ സാഹചര്യമാണ് ഇപ്പോൾ ബലൂചിസ്ഥാനിലും ഉണ്ടാകാൻ പോകുന്നത്. തങ്ങളുടെ സ്വാതന്ത്ര്യ മോഹത്തെ അടിച്ചമർത്തിയ പാകിസ്ഥാനിൽ നിന്ന് മോചനം നേടാനുള്ള ബലൂജികളുടെ നീക്കം ശക്തമായി മുന്നോട്ട് പോകുന്നു. സ്വതന്ത്ര ബലൂചിസ്ഥാൻവാദിയും പ്രശസ്ത ബ്ലോഗറുമായിട്ടുള്ള മിർ യാർ ബലൂചിസ്ഥാനിൻ്റെതായി വന്ന ഒരു സമൂഹ മാധ്യമ പോസ്റ്റിനെ സംബന്ധിച്ച് ഉദ്ധരിച്ച് ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 100-ലധികം പ്രകൃതിവാതക കിണറുകൾ സ്ഥിതി ചെയ്യുന്ന ദേരാ ബുക്തിയിലെ എണ്ണപ്പാടം ബലൂജ് വിമോചന പോരാളികൾ അഥവാ BLA ആക്രമിച്ചതായും ഏറ്റവും വലിയ നഗരമായിട്ടുള്ള കൊറ്റ പിടിച്ചെടുത്തതായും വാർത്തകൾ പരക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ വലിയ രൂപത്തിൽ തിരിച്ചടി തുടങ്ങിയതിനും ശേഷം ബലൂചിസ്ഥാൻ 14ഓളം പാക് സൈനികരെ വധിച്ചിരുന്നു. അപ്പോ 4 ഭാഗത്തു നിന്നും പാകിസ്ഥാൻ ആകെ പെട്ടുപോയി. 4 ഭാഗത്തു നിന്നുമാണ് യുദ്ധം. പാകിസ്ഥാൻ ഇത് വേണം. കാരണം പാകിസ്ഥാൻ ഭീകരത വിതയ്ക്കുകയും മറ്റ് രാജ്യങ്ങളെ ഒന്നും സമാധാനത്തോടു കൂടി ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇത് അർഹിക്കുന്നു എന്ന് തന്നെയാണ് വിദേശ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂഡൽഹിയിൽ ബലൂജ് എംബസി തുറക്കാൻ അനുവദിക്കണമെന്നും ബലൂചിസ്ഥാനിലേക്ക് UN സമാധാന സേനയെ അയക്കണമെന്നും ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടതും അവിടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ്. പാകിസ്ഥാനികളുടെ അണ്ടറിൽ ഇനി ബലൂജികൾ നിൽക്കില്ല. അവരൊരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നതിന് വേണ്ടി, പാകിസ്ഥാന് എതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് സജ്ജമായ ഒരു രാഷ്ട്രമായി, ഒരു സൈനിക വിന്യാസമായിട്ട് മാറിക്കഴിഞ്ഞു. പാക് പതാക വലിച്ചെറിഞ്ഞ് ബലൂജി പതാക ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടി പാകിസ്ഥാൻ പൂർണ്ണമായും ബലൂചിസ്ഥാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭീകരവാദ പാകിസ്ഥാന്റെ തകർച്ച അടുത്തു എന്നും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു യോഗം വിളിക്കണമെന്നും മിർ യാർ ബലൂജി ആവശ്യപ്പെടുന്നുണ്ട്.
കറൻസി, പാസ്പോർട്ട് അച്ചടി എന്നിവയ്ക്കായി ഫണ്ട് അനുവദിക്കണം. പാക് സൈന്യം, പോലീസ്, സൈനിക ഇന്റലിജൻസ്, ISI എന്നിവയടക്കം ബലൂചിസ്ഥാൻ വിടണം എന്നീ ആവശ്യങ്ങളും ഉയരുകയാണ്. BLA ഉടൻ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും സ്വതന്ത്ര ബലൂചിസ്ഥാൻ ഇടക്കാല സർക്കാർ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും മിർ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ രാഷ്ട്രത്തിന്റെ അധികാരം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങിൽ ഇന്ത്യ അടക്കമുള്ള സൗഹൃദ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരെ ക്ഷണിക്കുന്നതായും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബലൂചിസ്ഥാൻ ഇന്ത്യയെ കൂടെ നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർക്കിവിടെ നിലനിന്ന് പോകണമെങ്കിൽ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം അത്യന്താപേക്ഷിതമാണ് എന്ന് ബലൂജികൾ മനസ്സിലാക്കുന്നു. ബ്രിട്ടീഷ് കോളനിയായിരുന്ന ബലൂചിസ്ഥാനെ 1947 ജൂൺ 29 പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റുന്നത്. ജനങ്ങളുടെ താല്പര്യം ഒട്ടുമില്ലാതെയായിരുന്നു ആ ഒരു നടപടിക്രമം നടന്നത്. ഇതിനെ എതിർത്ത കാലത്ത് പ്രവിശ്യയിൽ ആഭ്യന്തര കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. 1948, 1958, 59, 1962, 63, 73, 77 ഈ കാലങ്ങളിലൊക്കെ വലിയ രൂപത്തിലുള്ള കലാപങ്ങളാണ് ഈ ബലൂജികളും പാകിസ്ഥാനികളും തമ്മിൽ നടന്നത്. 2003 മുതൽ BLAയുടെ നേതൃത്വത്തിൽ ഒരു വിമോചന സമരം ശക്തമായി പാകിസ്ഥാന്റെ അകത്ത് തന്നെ നടക്കുന്നുണ്ട്. ആര്യ അധിനിവേശത്തിന് മുമ്പ് ആര്യന്മാരുടെ ഏതാണ്ട് ഹിന്ദു ദ്രാവിഡ സംസ്കാരം നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ബലൂചിസ്ഥാൻ. ആ സമയത്ത് ബലൂചിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അന്തർധാരകൾ സജീവമായിരുന്നു. പാകിസ്ഥാനെ ഇന്നും എതിർക്കുന്ന കാലത്ത് ഡിവിഷൻ പണ്ട് ഹിന്ദു സേവാ രാജവംശം ഭരിച്ച നാട്ടുരാജ്യം കൂടിയായിരുന്നു. ദ്രാവിഡ ഭാഷ സംസാരിച്ചിരുന്ന ബ്രാഹുയി എന്ന് പറയുന്ന ഒരു വിഭാഗങ്ങളാണ് ബലൂജികളുടെ പൂർവികർ എന്നാണ് പറയുന്നത്. ബലൂചിസ്ഥാൻ പ്രവിശ്യ പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയുടെ ഏകദേശം 44% വരുമെന്നാണ് കണക്കുകൾ. അതിശൈത്യവും ചൂടും കാരണം ജനസാന്ദ്രത വളരെ കുറവാണ്. പടിഞ്ഞാറ് ഇറാനും വടക്ക് പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാനും തെക്ക് അറബിക്കടലും അതിർത്തി പങ്കിടുന്ന നിർണായകമായ ഒരു മേഖല കൂടിയാണ് ബലൂചിസ്ഥാൻ. ജനങ്ങളുടെ മുഖ്യ വരുമാനം കൃഷിയും കന്നുകാലി വളർത്തലും കമ്പിളി തൂകൽ നിർമ്മാണം ഇതിലൊക്കെയാണ് അവർ പ്രശസ്തം. പ്രകൃതിവാതക പാടങ്ങളും അവിടെ വല്ലാതെ സമ്പന്നമാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോഴും ബലൂജികളെ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന സോഴ്സ് കൂടി അതിലുണ്ട്. ഇപ്പോ ബലൂചിസ്ഥാനിലെ പാക് താല്പര്യം പ്രകൃതിവാതക ഇന്ധനത്തിന്മേലുള്ള ലാഭമാണ്. അവരും ഉദ്ദേശിക്കുന്നത് പ്രകൃതിവാതകം ഇനി പാകിസ്ഥാനിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. അതാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇവര് കുറച്ചെങ്കിലും അത്യാവശ്യം പ്രയാസങ്ങളില്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് ബലൂജികളുമായിട്ട്. അടിസ്ഥാന വികസനത്തിന് പാകിസ്ഥാന് താല്പര്യമില്ലാത്തതും ബലൂജി വിമോചന സമരത്തിന് ഇന്ധനമാകുന്നുണ്ട്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാല് ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു രാജ്യമാണ്. ഒന്നുമില്ല. അവർക്കാകെയുള്ളത് കുറച്ച് മതഭീകരതകൾ മാത്രമാണ്. ഈ മതഭീകരവാദം കൊണ്ട് ഒരിക്കലും അവർക്ക് ഒരു രാജ്യത്തെയും പിടിച്ചടക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, സ്വന്തം രാജ്യത്തെ മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും പറ്റില്ല, പട്ടിണിയില്ലാതെയെങ്കിലും. അതായത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നുള്ള പേടി കാരണം ഒന്ന് മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു ജനത. ഉറ്റവരെയോ ഉടയവരെയോ ഇനി കാണാൻ സാധിക്കുമോ? തൻ്റെ അവസാന രാത്രിയാണോ ഇത്? എങ്ങനെയായിരിക്കും തൻ്റെ അന്ത്യം എന്നറിയാതെ ആകെ ജീവിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അവിടെയുള്ളത്. പ്രത്യേകിച്ച് കാശ്മീരിലെ ഒരു വിഭാഗം മലയാളി വിദ്യാർത്ഥികളും ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. രാത്രിയായാൽ വൈദ്യുതിയില്ല, മുഴുവനും കൂറ്റാക്കൂറ്റിയിട്ടാണ്. നേരം പുലരുന്നതുവരെ വെടിയൊച്ചകൾ പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാം. പേടികൊണ്ട് ഉറങ്ങിയിട്ട് 4 ദിവസമായി എന്ന് മലയാളി വിദ്യാർത്ഥികൾ പറയുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതി. തമിഴ്നാട്ടുകാരായ വിദ്യാർത്ഥികളൊക്കെ നാളെ മടങ്ങുകയാണ് എന്ന് പറയുന്നു. പക്ഷേ മലയാളികളെ നാട്ടിലെത്തിക്കാൻ ആരുമില്ല. ജമ്മു കാശ്മീരിലെ ബാരാമുള്ള കാർഷിക സർവകലാശാലയിലെ MSc വിദ്യാർത്ഥിനി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ഫാത്തിമ തജുവ കണ്ണീരോടുകൂടി മാധ്യമങ്ങളോട് പറയുന്നു ഇതെല്ലാം. കുപ്വാരയിലടക്കം
ഷെല്ലാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നും കേൾക്കുന്നു. അത് ഇവിടെ നിന്ന് അധികം ദൂരമില്ല എന്ന് ഫാത്തിമ പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസം പുലർച്ചെ 3 മണിയോടുകൂടി എന്തോ ഒന്ന് വന്നു വീഴുന്ന ശബ്ദം, ഭയങ്കരമായിട്ടുള്ള കനത്ത ശബ്ദം കേട്ടത്രേ. പിറ്റേ ദിവസമാണ് എന്താണ് ഇവിടെ നടന്നത് എന്ന് മനസ്സിലായത്. കാശ്മീരികളായ വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങി. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് അത്ര ഇപ്പൊ അവിടെ ശേഷിക്കുന്നത്. ഞാനടക്കം 22 മലയാളികൾ ഉണ്ട് എന്ന് ഫാത്തിമ പറയുന്നു. പുറത്തിറങ്ങാൻ കഴിയാത്തത് കൊണ്ട് ഹോസ്റ്റലിൽ കഴിച്ചു കൂട്ടുകയാണ്. ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടരേണ്ടി വരുന്നത് കൊണ്ട് എല്ലാവരും മാനസികമായി തകർന്നിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണത്രേ. എല്ലാവരും പറയുന്നത് ഹോസ്റ്റലാണ് സുരക്ഷിതമെന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം. ഞങ്ങൾക്ക് മുന്നിൽ ഒരു വഴിയുമില്ല. വിമാനത്താവളം അടച്ചു. 2 മണിക്കൂർ എടുക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ. ട്രെയിൻ സർവീസ് ഉണ്ടോ എന്ന് പോലും അറിയില്ല. വ്യാഴാഴ്ച രാത്രി കേരള മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാണിച്ച് ഇമെയിൽ അയച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല എന്ന് ഫാത്തിമ. അതേസമയം കാശ്മീരിന്റെ പല ഭാഗങ്ങളിലായി 100 വിദ്യാർത്ഥികൾ തന്റെ അറിവിൽ തന്നെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും NIT-യിൽ ഉൾപ്പെടെ പഠിക്കുന്ന ആളുകൾ വേറെയുണ്ടെന്നും ഫാത്തിമ വെളിപ്പെടുത്തുന്നു. താരതമ്യേന സുരക്ഷിതമായ ശ്രീനഗറിലാണെങ്കിലും നാട്ടിലെത്താനുള്ള വഴി തേടുകയാണ് എന്നാണ് ഷാലിമാറിലെ ഷേറി കാശ്മീർ അഗ്രികൾച്ചർ സർവകലാശാലയിലെ MSc ഹോർട്ടിക്കൾച്ചർ വിദ്യാർത്ഥിനി കോഴിക്കോട് മടവൂർ സ്വദേശിനിയായ ഫാത്തിമ നേഹ എന്ന വിദ്യാർത്ഥിനി പറയുന്നത്. മറ്റ് 20 വിദ്യാർത്ഥിനികൾ കൂടി നേഹയ്ക്കൊപ്പമുണ്ടത്രേ. തെലങ്കാന, തമിഴ്നാട് സർക്കാരുകൾ അവരുടെ കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നുണ്ട്. നോർക്ക റൂട്ട്സിൽ നിന്ന് വിളിച്ച് വിവരങ്ങൾ ചോദിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ല. മണ്ണിടിഞ്ഞ് ജമ്മു ശ്രീനഗർ റോഡ് അടച്ചിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏതാണ്ട് 2 മണിക്കൂർ യാത്ര ചെയ്യണം. നാട്ടുകാർക്ക് പ്രവേശനവുമില്ല. അവർക്കിതെല്ലാം പരിചിതമാണ്. ഞങ്ങളാണെങ്കിൽ ഇവിടെ പേടിച്ച് കഴിയുകയാണെന്ന് അവർ പറയുന്നു. ശ്രീനഗർ നിലവിൽ സുരക്ഷിതമാണ് എന്നത് മാത്രമാണ് ആകെ ഒരു ആശ്വാസം എന്നും ഫാത്തിമ നേഹ പേടിയോടുകൂടി വെളിപ്പെടുത്തുകയാണ്. അപ്പൊ മലയാളികളെ കൊണ്ട്